എല്ലാ വിപ്ലവങ്ങൾക്കും ഇനി പാർട്ടി പതാകയുടെ നിറം ആവശ്യമായേക്കില്ല. ചില പ്രക്ഷോഭങ്ങൾ ജനിക്കുന്നത് ഒരു ഹാഷ്ടാഗിൽ നിന്നായിരിക്കും. ചിലത് വളരുന്നത് ഒരു ട്വീറ്റിലൂടെയോ ഒരു റീലിലൂടെയോ ഒരു വൈറൽ വീഡിയോയിലൂടെയോ. ഒടുവിൽ അവ തെരുവുകളിലേക്ക് ഇറങ്ങുമ്പോൾ ചരിത്രം പുതിയൊരു അധ്യായം എഴുതും. ഇന്ത്യൻ രാഷ്ട്രീയം ഇന്ന് മറ്റൊരു ചരിത്രപരമായ പരിവർത്തനത്തിലൂടെ കടന്നുപോവുകയാണ്. അതെ, ജൻസി പിള്ളേരില്ലാതെ ഇനി എന്ത് ആഘോഷം? സ്വാതന്ത്ര്യ സമര രാഷ്ട്രീയത്തിൽ നിന്ന് സാമൂഹിക സഖ്യങ്ങളിലേക്കും ടെലിവിഷൻ യുഗത്തിൽ നിന്ന് ഡിജിറ്റൽ യുഗത്തിലേക്കും കടന്നുപോയ നാം ഇപ്പോൾ ചെന്നെത്തി നിൽക്കുന്നത് അൽഗോരിതം പൊളിറ്റിക്സ് എന്ന പുതിയ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിലേക്കാണ്. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്തെ പിടിച്ചുകുലുക്കിയ ജൻസി പ്രതിഷേധവും അതിന്റെ ചുവട് പിടിച്ച് പുതുതായി പൊട്ടിമുളയ്ക്കുന്ന പുതിയ ഡിജിറ്റൽ പ്രസ്ഥാനങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത്. അവയിൽ പ്രധാനപ്പെട്ടവയാണ് വിഷയാധിഷ്ഠിതമായ പുതിയ ഓൺലൈൻ പ്രചാരണ ഗ്രൂപ്പുകളായ റിസർവേഷൻ ഹട്ടാവോ ആന്തോളനും E20 ജനതാ പാർട്ടിയും. റിസർവേഷൻ ഹട്ടാവോ ആന്തോളൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന സംവരണ വിരുദ്ധ സംഘം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇൻസ്റ്റഗ്രാമിൽ നേടിയത് 5.6 മില്യൺ ഫോളോവേഴ്സിനെ. നീറ്റ് ക്രമക്കേടുകളിൽ കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP നയിച്ച ജൻസി പ്രതിഷേധങ്ങൾക്കും പൊതുനയ വിഷയങ്ങളിൽ സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ച് നടക്കുന്ന വിപുലമായ പ്രചാരണ തരംഗങ്ങൾക്കും പിന്നാലെയാണ് ഈ പുതിയ മുന്നേറ്റം. ഈ ഗ്രൂപ്പിന്റെ മുദ്രാവാക്യം BR അംബേദ്കറുടെ പഠിക്കുക, പോരാടുക, സംഘടിക്കുക എന്ന ആഹ്വാനത്തിൽ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ തങ്ങളുടേത് യാതൊരു രാഷ്ട്രീയ ബന്ധവുമില്ലാത്ത പൗരന്മാർ നയിക്കുന്ന ഒരു പ്രസ്ഥാനമാണെന്ന് സംഘാടകർ വിശേഷിപ്പിക്കുന്നു. 2026 ജൂലൈ അവസാന വാരത്തിലെ കണക്കുകൾ പ്രകാരം റിസർവേഷൻ ഹട്ടാവോ മൂവ്മെന്റ് എന്ന ഇൻസ്റ്റഗ്രാം ഐഡിയിലുള്ള ഈ ഗ്രൂപ്പിന്റെ അക്കൗണ്ടിൽ 120-ൽ കൂടുതൽ പോസ്റ്റുകളുണ്ട്. ഒരു അക്കൗണ്ടിനെ മാത്രമാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. അത് ഇന്ത്യൻ ആർമിയാണ്. ഗ്രൂപ്പ് പറയുന്നതനുസരിച്ച് ജാതി അധിഷ്ഠിത വിവേചനം നിർമ്മാർജ്ജനം ചെയ്യുകയാണ് ലക്ഷ്യമെങ്കിൽ ദൈനംദിന പൊതുജീവിതത്തിൽ ജാതി ഐഡന്റിറ്റി ആവശ്യപ്പെടുന്നതോ അംഗീകരിക്കുന്നതോ സർക്കാർ അവസാനിപ്പിക്കണം. ആരെയും ബ്രാഹ്മണൻ, ജാട്ട്, ഗുജ്ജർ, SC/ST എന്നിങ്ങനെ തിരിച്ചറിയാൻ പാടില്ലെന്നും ജാതി പ്രദർശിപ്പിക്കുന്നത് നിയമവിരുദ്ധമാക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു. എന്തു നല്ല നടക്കാത്ത സ്വപ്നങ്ങൾ അല്ലേ? അങ്ങനെ അങ്ങ് പറയാൻ വരട്ടെ, ചില പ്രതിഷേധങ്ങൾ ചരിത്രമായേക്കുമെന്ന് വിശ്വസിക്കാതെ വയ്യല്ലോ. CJPക്ക് പിന്നാലെ EJP ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ച. ഇവരുടെ ആവശ്യം എഥനോൾ കലർത്താത്ത 100% ശുദ്ധമായ പെട്രോൾ എന്നതാണ്. എഥനോളിലെ കേന്ദ്ര നയം ഇരുതലമൂർച്ചയുള്ള വാൾ പോലെയാണെന്നാണ് ഒരു പക്ഷം. ഈ നയത്തിന്റെ ഔദ്യോഗിക ലക്ഷ്യങ്ങൾ ഇവയാണ്. ഭക്ഷ്യവിളകളിൽ നിന്ന് ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ഉപയോഗിക്കുന്നതിലൂടെ ചിലവേറിയ ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറയ്ക്കും, വാഹനങ്ങളിൽ നിന്നുള്ള പുക മലിനീകരണം നിയന്ത്രിക്കും എന്നിവയാണ്. എന്നാൽ എഥനോൾ ഒരു ഹരിത ഇന്ധനമായി ഉയർത്തി കാണിക്കപ്പെടുന്നുണ്ടെങ്കിലും ഇതിന്റെ ഉൽപാദനവും ഉപയോഗവും വലിയ തോതിലുള്ള മലിനീകരണത്തിനും ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കുമെന്ന് മറുപക്ഷം. അതായത് എഥനോൾ കലർത്തിയ പെട്രോളിനെ പടിക്ക് പുറത്താക്കാൻ വലിയൊരു യുവജന സംഘം തയ്യാറെടുത്തു കഴിഞ്ഞുവെന്ന് ചുരുക്കം. രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന 2029 തെരഞ്ഞെടുപ്പ് ചില പരീക്ഷണങ്ങളുടേതു കൂടിയായേക്കും. നീറ്റ് UG പ്രക്ഷോഭം ഒരു പരീക്ഷയെ ചൊല്ലിയുള്ള പ്രതിഷേധം മാത്രമായിരുന്നില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയ തലമുറയുടെ സ്വാധീനം വ്യക്തമാക്കുന്ന നിർണായക സൂചനയായിരുന്നു. 2029 18 മുതൽ 32 വയസ്സുവരെയുള്ള ജൻസി ജനസംഖ്യ ഏകദേശം 38 കോടിയായേക്കുമെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ, ആദ്യമായി വോട്ട് ചെയ്യുന്നവർ, തൊഴിൽ രംഗത്തേക്ക് പ്രവേശിക്കുന്ന യുവാക്കൾ, യുവ കുടുംബങ്ങൾ എന്നിവരിൽ ഏറ്റവും വലിയ വിഭാഗമാകും ജൻസികൾ. അതിനാൽ തൊഴിൽ, വിദ്യാഭ്യാസം, ജീവിത ചെലവ്, ഭവന സൗകര്യം, കാലാവസ്ഥാ വ്യതിയാനം, ഭരണ നിർവഹണം തുടങ്ങിയ വിഷയങ്ങൾ 2029 തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പ്രാധാന്യം നേടിയേക്കും. അങ്ങനെയെങ്കിൽ ജൻസിയുടെ പിന്തുണ നേടാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും മുന്നോട്ടു പോകാൻ കഴിഞ്ഞേക്കില്ലെന്ന് ചുരുക്കം. അതിനായി ജൻസികളെ ഒപ്പം കൂട്ടാനും അതുമല്ലെങ്കിൽ അവരുടെ പിന്നാലെ പായാനും പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ പുതിയ തന്ത്രങ്ങൾ ഇറക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ പയറ്റി തുടങ്ങിയിരിക്കുന്നു. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.